ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾക്ക് കൂണ് കറി ഉണ്ടാക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കൂണ്. എഴുതി വെച്ചിരിക്കുന്നത് ഫൂങ്കി എന്നാണ്. ഒരു ഇറ്റാലിയൻ വേർഡാണ് കേട്ടോ, ഫൂങ്കി. അപ്പോൾ നമുക്ക് കൂണ് കറി എന്നൊക്കെ ഒരു ഇറ്റാലിയൻ വേർഡും പഠിക്കാം അല്ലേ? ഫൂങ്കി ഫൂങ്കി എന്ന് പറയുന്നത് എന്താണ്? കൂണ്. നമുക്കിത് കറി വെക്കാവേ. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ കൂണ് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ കൂണെല്ലാം നമ്മൾ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ പൊളിച്ച് കളഞ്ഞിട്ട് നമുക്കൊന്നും കൂടി ഇത് അരിഞ്ഞിട്ട് ഒന്നും കൂടി കഴുകാവേ. ജസ്റ്റ് ഇങ്ങനെ ചിരണ്ടി കളഞ്ഞാൽ മതി, പ്രത്യേകിച്ചൊന്നും ഇല്ല അതിനകത്ത് കളയാൻ വേണ്ടിയിട്ട്. കൂണെല്ലാം കഴുകി നല്ല ക്ലീൻ ആക്കി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരിഞ്ഞെടുക്കാം. അപ്പം കുറച്ച് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് അപ്പോൾ ഗൈസ്, നമ്മൾ കൂണെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അതിട്ടിട്ട് ഇതൊന്ന് കഴുകി. നമുക്കിതിങ്ങനെ ഈ വെള്ളത്തിൽ തന്നെ ഇട്ട് വെച്ചിട്ട് നേരെ കറിയിലോട്ട് ഇട്ടാൽ മതി. ഇതിൽ നിന്ന് എടുത്ത് കറിയിലോട്ടിടാം. കൂണ് കറി വെക്കാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 4-5 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്. ഇത്ര സാധനം ഞാൻ അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്കിനി കറി വെക്കാം. ഇതാണ് നമ്മുടെ പാൻ എടുത്തിട്ട് വെക്കുക. അപ്പോൾ പാൻ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായിട്ടുണ്ട്, നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗൈസ്, നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, സവാള, പച്ചമുളക്. ഇതിനകത്തോട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി, ഒരു അല്പം മഞ്ഞൾപ്പൊടി, പിന്നെ 2 ചെറിയ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 2-2.5 സ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്ത് ഒരു 1.25 നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പം മസാലയുടെ പച്ചമണമൊക്കെ മാറി കിട്ടി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കൂണ് ചേർത്ത് കൊടുക്കാം. നമ്മൾ കൂണെല്ലാം ഇട്ട് കൊടുത്ത് ഞാൻ മിക്സ് ചെയ്യാം. അവസാനമായിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമുക്കിത് വേവിച്ചെടുക്കാം. ഇത് ഇതിന്റെ വെള്ളമൊക്കെ പറ്റി വരുമ്പോൾ ഇത് കുറഞ്ഞ് വരും കേട്ടോ. മിക്കവർക്കും അറിയായിരിക്കും, എന്നാലും ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇവൻ ബിഗിനേഴ്സിനൊക്കെ അറിയാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ കണ്ട കൂണിനകത്തുനിന്ന് വെള്ളമൊക്കെ ഇറങ്ങി. നമ്മൾ ഒട്ടും വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല. കൂണിനകത്തുനിന്ന് തന്നെ ഇറങ്ങിയ വെള്ളമാണ്. ഇതെല്ലാം കൂടെ പറ്റി നമുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടും.
ഈ കൂണ് കറി ഇഷ്ടമുള്ളവർ, കൂണ് ചിലർക്കൊന്നും ഇഷ്ടമില്ലാത്തവരുണ്ട്. അപ്പോൾ കൂണ് ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ കൂണ് കറി പറ്റി നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കറിവേപ്പിലേക്ക് ഉണ്ടായിരുന്നു നല്ലതായിരുന്നു. കറിവേപ്പില എൻ്റെ അടുത്തില്ല, ഒന്നിട്ടില്ല കേട്ടോ. നല്ല അടിപൊളി കറി ആയിട്ടുണ്ട്. അപ്പോൾ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ കാണുന്നവർ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. ടാറ്റാ.